ലഹരിയിൽ മയങ്ങുന്നവർ. പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് നടക്കുന്നു. ഇതിനിടയിൽ അമിത വേഗതയിൽ ഒരു കാറ് വരുന്നു. കാറ് നിർത്താൻ ആവശ്യപ്പെടുന്നു. പക്ഷെ കാർ നിർത്തുന്നില്ല. അമിത വേഗതയിൽ വീണ്ടും മുന്നോട്ട് പോകുന്നു. പോലീസ് ഈ കാറിന് പുറകെ വെച്ചുപിടിക്കുന്നു. പുതിയറ ജംഗ്ഷൻ എത്തിയപ്പോൾ അവിടെ സിഗ്നൽ. കാർ അവിടെ പെട്ടുപോകുമെന്ന ഈ യുവാവിന് മനസ്സിലായി. യുവാവ് പുതിയറയിൽ നിന്നും കാറ് നേരെ ജയിൽ റോഡിലേക്ക് കയറ്റുന്നു. അവിടെ എത്തിയപ്പോഴേക്കും പോലീസ് ഈ വാഹനത്തിന് മുൻപിൽ ചേസ് ചെയ്ത ഈ കാറ് പിടികൂടുകയാണ് ചെയ്തത്. മലപ്പുറം രണ്ടത്താണി സ്വദേശിയായിട്ടുള്ള അബ്ദുൾ നാസറാണ് കാറിലുണ്ടായിരുന്നത്. പോലീസ് കാർ പരിശോധിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒന്നും കണ്ടെത്താനായില്ല. പക്ഷെ പിന്നീട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി. കാറിന്റെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ ഇടയിൽ ഒരു രഹസ്യ അറയുണ്ടാക്കി. അതിൽ MDMA ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഡിക്കിക്കുള്ളിൽ കാറിന്റെ സ്പെയർ ഉണ്ടായിരുന്നു. അതിനുള്ളിലും രഹസ്യ അറയുണ്ടാക്കി. അതിലും ലഹരി മരുന്ന് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും ഒരാൾ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരി എത്തിച്ചു നൽകുന്നുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഇതാരാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇയാൾ അപ്രതീക്ഷിതമായി പോലീസിന്റെ മുന്നിൽ ചെന്ന് പെടുന്നത്. ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും മൊത്തമായി ലഹരി കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിക്കുന്ന ആളാണ്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലുകൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇയാൾ ആർക്കൊക്കെയാണ് ലഹരി നൽകുന്നത്, ഇയാളിൽ നിന്ന് ആരെല്ലാമാണ് ലഹരി വാങ്ങുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്.